ഹലോ. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കല്ലേ. ഇത് 2026 നീറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് ഇവിടെ പറയുന്നത് ഇത്രേ ഉള്ളൂ. നമുക്ക് എന്താണ് ഒരു റൂം ഹീറ്റർ ഉണ്ട്. ആ ഒരു റൂം ഹീറ്റർ എന്ന് പറഞ്ഞത് 220 വോൾട്ട്സിൽ എത്രയാണ് 400 വാൾട്ട് ഇലക്ട്രിസിറ്റി ആയിരിക്കും കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ആ ഈ ഒരു വോൾട്ടേജിന് ഡ്രോപ്പ് സംഭവിച്ചത്. അതായത് 220 എന്നുള്ളതിൽ നിന്ന് അതെത്രയായി 200 ഓക്കെ, 200 വോൾട്ട് ആയി. അങ്ങനെയാണെങ്കിൽ അവിടെ കൺസ്യൂം ചെയ്യുന്ന പവർ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ 200 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാനായിട്ട് ആവശ്യമുള്ള പവർ എത്രയാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളതൊക്കെ നമുക്കൊന്ന് എടുത്ത് എഴുതാം. ഫസ്റ്റ് തന്നിട്ടുള്ളത് എന്താണ്, റേറ്റഡ് പവർ തന്നിട്ടുണ്ട് അല്ലേ. അതായത് P1 എന്ന് പറയുന്നത് നമുക്ക് 400 വോൾട്ട് തന്നിട്ടുണ്ട്, വാട്ട്സ് തന്നിട്ടുണ്ട്. ദെൻ റേറ്റഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, V1 എന്ന് പറഞ്ഞാൽ 220 വോൾട്ട്. ദെൻ ന്യൂ വോൾട്ടേജ്, അതായത് നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് വന്ന കുറഞ്ഞ വോൾട്ടേജ് എത്രയാടാ, V2 എന്ന് പറയുന്നത് 200 വോൾട്ട് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഈ 200 വോൾട്ട് വെച്ച് വർക്ക് ചെയ്യുന്ന പവർ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് P2നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഏതാണ്, P2 ഡിവൈഡ് ബൈ P1 ഈക്വൽ ടു V2 ബൈ V1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇവിടെ നോക്കി, P2 എന്ന് പറഞ്ഞാൽ എന്താണ്, P1 ഇൻറ്റു V2 ഡിവൈഡ് ബൈ V1 ദ ഹോൾ സ്ക്വയർ. നമുക്ക് P2നെ അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ P2നെ ഇവിടെ നിർത്തിയിട്ട് ഈ P1നെ എന്ത് ചെയ്തു, ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ P1 ഇവിടെ എന്താവും, ഇൻറ്റു ആവും. ഓക്കെ, അതായത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഇതിൻ്റെ ഒക്കെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് അതിനെ അപ്ലൈ ചെയ്താൽ മതി. അതായത് 400 ഇൻറ്റു 200 ബൈ 220 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതിനെ ചെയ്ത് കഴിയുമ്പോൾ എത്ര വരും, 400 ഇൻറ്റു 10 ബൈ 11 ദ ഹോൾ സ്ക്വയർ വരും. ഇതിനെ നമ്മൾ പിന്നെയും ചെയ്ത് കഴിയുമ്പോൾ 400 ഇൻറ്റു 100 ബൈ 121 എന്ന് വരും. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എത്ര വരും, 40,000 ഡിവൈഡഡ് ബൈ 121 എന്ന് വരും. അത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും, 330.58 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പഠിച്ച ടൈമിൽ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു. ഈ 330 എന്ന് പറയുന്ന 0.58 ആണല്ലോ നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, 5ഓ 5ന് മുകളിലേക്കോ ഉള്ള നമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു 1നെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ എത്ര വരും, 331 അഥവാ 331 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതിവിടെ ഉണ്ടോ എന്ന് നോക്കിയാടാ, ഉണ്ടല്ലേ. ഇതല്ലേ 331 വാട്ട്സ് ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് P2വിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.